മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മേൽ ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് ഇരു രാജ്യങ്ങളെയും വലിയ തർക്കത്തിലേക്ക് നയിച്ചുവെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഇരട്ട തീരുവ പിൻവലിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് വ്യക്തത വരുത്തിയിട്ടില്ല. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം പല പരാമർശങ്ങളും നിലപാടുകളും ഒക്കെ എടുക്കുന്നതും പരസ്യപ്പെടുത്തുന്നതുമൊക്കെ. അതിലൊക്കെ ഒരു മഞ്ഞുരുകലിന്റെ പാതയിലാണ് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ. നേരത്തെ നമുക്കറിയാം കട്ടായം കെട്ടി നിൽക്കുകയായിരുന്നു, അവിടെ നിന്നൊക്കെ മാറി അയഞ്ഞു വരികയാണ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ തീരുവ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ ഭിന്നതയ്ക്ക് കാരണം ഈ തീരുവ തന്നെയാണ് എന്നുള്ളത് സമ്മതിക്കുന്നു ട്രംപ്, അല്ലേ? അരിയ, ഗുഡ് മോർണിംഗ്. അത് ട്രംപിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം അത് വലിയ സംഘർഷങ്ങളിലേക്ക് പോകാൻ ഇടയാക്കിയത് ഈ തീരുവ പ്രഖ്യാപനം തന്നെയായിരുന്നു. ആ തീരുമാനം എടുത്തത് വളരെ എളുപ്പത്തിലല്ല, കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഒരുക്കിയതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ തീരുവ, ഇരട്ട തീരുവ പിൻവലിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു സൂചന പോലും ഈ ഒരു ട്രംപിന്റെ വാക്കുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു ആരും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മഞ്ഞുരുകലിന്റെ പാതയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം 5 ഘട്ടങ്ങളിൽ വ്യാപാര ചർച്ചകൾ നടക്കുകയും പിന്നീട് അത് വഴിമുട്ടി പോവുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അതിന് സമീപ ദിവസങ്ങളിൽ വഴി തുറക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിന് വഴിയൊരുക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയായിരുന്നു. ഇനിയും ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇന്ത്യയും അത് സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, അടുത്ത ആഴ്ച ഇന്ത്യയിൽ നിന്ന് പീയൂഷ് ഗോയൽ അടക്കമുള്ള പ്രതിനിധി സംഘം US സന്ദർശിക്കുകയും ഇതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യാനിരിക്കുന്ന വേളയിൽ കൂടിയാണ് ഇപ്പോൾ ഇരട്ട തീരുവ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് ഒരിക്കൽ കൂടി ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ നടക്കുന്ന വേളയിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ 50% വരുന്ന തീരുവ അത് കുറയ്ക്കാനുള്ള നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് വലിയ രീതിയിൽ വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റും നിരന്തരം പറയുന്നത് തൻ്റെ ഫ്രണ്ടാണ് നരേന്ദ്രമോദി, ഒപ്പം തന്നെ സൗഹൃദ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ പോലും തന്നെ വലിയ തിരിച്ചടിയായിരുന്നു ഈ ഇരട്ട തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ US പ്രസിഡന്റ് അടിച്ചേൽപ്പിക്കുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഈ തീരുവ ഇന്ത്യക്ക് മേൽ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ മേൽ ട്രംപ് അടിച്ചേൽപ്പിച്ച വിഷയത്തിൽ അവിടുത്തെ ഫെഡറൽ കോടതിയിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടി അമേരിക്കൻ പ്രസിഡന്റ് നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതും ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരുടെ ചില മുന്നറിയിപ്പുകളുമൊക്കെ ട്രംപിന് മുന്നിലുണ്ട്. കാരണം ഇങ്ങനെ അധിക തീരുവ മറ്റു രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് മേലൊക്കെ ഇങ്ങനെ അധിക തീരുവ അടിച്ചേൽപ്പിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നത് US തന്നെയാണ്, അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരിക US തന്നെയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് അത് ട്രംപിന് മുമ്പാകെ ഈ സാമ്പത്തിക വിദഗ്ധരും ഒപ്പം തന്നെ ആ മേഖലയിൽ തിരിച്ചടി എന്ന് പറയുമ്പോൾ ഈ ജീവൻ രക്ഷാ മരുന്നുകൾ, അത്യാവശ്യ മരുന്നുകൾ പോലെ, അതിനപ്പുറം ഒരുപാട് കാർഷിക വിളകൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ അടക്കമുള്ള വസ്തുക്കളുടെ ഒരു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണി US ആണ്. അപ്പോൾ അവിടെയും ഈ വസ്തുക്കൾക്കെല്ലാം വില കൂടും. പ്രത്യേകിച്ച് ഈ മരുന്നുകളുടെയൊക്കെ കാര്യം എടുക്കുമ്പോൾ അത് അമേരിക്കൻ പൗരന്മാർക്ക് തന്നെയാണ് ആ വില കൂടുതൽ ബാധിക്കുക എന്നൊരു വസ്തുത നിലനിൽക്കുന്നു. അതാണ് ഈ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും ഒരു കയറ്റുമതിയിലും ഇറക്കുമതിയിലും വലിയ രീതിയിലുള്ള തിരിച്ചടി US തന്നെ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് US. അത് വളരെ കൂടുതൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഒരു 18% വരെ ആയിരുന്നു, അല്ലെങ്കിൽ 15 മുതൽ 18% വരെയായിരുന്നു ഇങ്ങനെയുള്ള ഇറക്കുമതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് സമീപകാലത്ത് 25% എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കി മുന്നോട്ട്
മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ US നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ സാഹചര്യം അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യയും കൂടി അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് നീങ്ങിയാൽ ഇന്ത്യ പോലുള്ള വലിയൊരു വിപണി, വലിയൊരു മാർക്കറ്റ് US നഷ്ടമാവുകയും ചെയ്യും. ഒരു ബദൽ മാർഗം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തേടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, റഷ്യയ്ക്ക് എതിരെ കനത്ത ഉപരോധം US-ഉം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഉപരോധം മറികടന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ഒപ്പം തന്നെ അവരുടെ എണ്ണ ഇറക്കുമതി വ്യാപിപ്പിക്കുകയും അങ്ങനെ ഒരു ബദൽ മാർഗം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് ഇന്ത്യയും പോകുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഒക്കെ നിലനിൽക്കുകയും ചെയ്തു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. യെസ്, മിഥുനിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിലപാട് കടുപ്പിച്ച് ട്രംപ് കട്ടായം കെട്ടി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മഞ്ഞുരുകലിന്റെ പാതയിലാണെന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, ട്രൂത്ത് സോഷ്യലിലെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് വീണ്ടും പറയുന്നു ഇന്ത്യ തൻ്റെ അടുത്ത സുഹൃത്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള പ്രതികരണം നോക്കുമ്പോൾ ഈ ഇരട്ടത്തീരുവയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇരു രാജ്യങ്ങളുടെയും ഭിന്നതയ്ക്ക് ഇടയാക്കിയത് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. എന്താണ് വീണ്ടും ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് ട്രംപ് എത്താനുള്ള ഒരു കാരണം? എന്താണ് താങ്കൾ വിലയിരുത്തുന്നത്? ആദ്യമായിട്ടാണ് ഈ പ്രതിസന്ധി തുടങ്ങിയ ടാരിഫ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ അഡ്മിഷൻ ഉണ്ടാകുന്നത്. ഒരു പശ്ചാത്താപത്തിന്റെയും ഒരു വലിയ ഒരു ഞെട്ടലിന്റെയും ഒക്കെ ഒരു ഫീല് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുമായി ഇടയേണ്ട കാര്യമില്ലായിരുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷേ ടാരിഫ് റെഗുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ടാരിഫ് കുറച്ചുകൊണ്ട് വരുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ഒന്നും തന്നെ അപ്പോഴും ട്രംപ് നൽകുന്നില്ല. അതുകൊണ്ടൊരു ഫ്ലക്ച്വേറ്റിംഗ് മോഡിൽ തന്നെയാണ് കടുത്ത ആശയക്കുഴപ്പം ട്രംപിന്റെ മനസ്സിനുള്ളിലും ട്രംപിന്റെ ഉപദേശകരുടെ മനസ്സിലും ഉണ്ടെന്നുള്ളതിന്റെ സൂചന തന്നെയാണിത്. അതുകൊണ്ടാണ് G7 രാജ്യങ്ങൾ, കഴിഞ്ഞ ദിവസം G7 രാജ്യങ്ങളോട് ട്രംപ് സംസാരിക്കുന്നു. G7 രാജ്യങ്ങൾ നിലവിലുള്ള ടാരിഫിനേക്കാൾ കൂട്ടി ഏതാണ്ട് 100% ടാരിഫ് ഇന്ത്യക്കെതിരെ കൊണ്ടുവരണം എന്ന ആഗ്രഹം ട്രംപ് പ്രകടിപ്പിക്കുന്നു. G7 അതിനോട് പൂർണ്ണമായി അനുരൂപമായിട്ടല്ല പ്രതികരിച്ചതെങ്കിൽ പോലും അതിന് തലേ ദിവസം ഇന്ത്യയുമായി വലിയ ചങ്ങാത്തം ആഗ്രഹിക്കുന്നു എന്നും രണ്ടും ഡെമോക്രസീസാണെന്നും ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിക്കുന്നു. അതിന് മുൻപത്തെ ദിവസമാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ കടുത്ത ടാരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തണം, കാരണം നിങ്ങളാണ് സെക്യൂരിറ്റി ത്രെട്ട് അനുഭവിക്കുന്നത്, റഷ്യൻ സെക്യൂരിറ്റി ത്രെട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുമായി റഷ്യ നടത്തുന്ന കച്ചവടത്തിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കുന്ന വരുമാനം, അല്ലെങ്കിൽ റഷ്യക്ക് ലഭിക്കുന്ന വരുമാനം, അത് ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി റഷ്യ ചെലവാക്കുകയാണ്. ആത്യന്തികമായി അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയായി വന്നു ഭവിക്കും. അതുകൊണ്ട് കടുത്ത ടാരിഫിലൂടെ ഇന്ത്യയെ റഷ്യയിൽ നിന്നും അകറ്റി നിർത്തണം. ഇതെല്ലാം പറയുന്നത് ഒരേ ആള് തന്നെയാണ്. അതുകൊണ്ടൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത സംസാരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത് ഒരു ദിവസം പറയുന്നതല്ല, തൊട്ടടുത്ത ദിവസം പറയുന്നത് എന്നത്. അതുകൊണ്ട് അതിൽ നിന്നും കൂടുതലായി ഒന്നും തന്നെ വായിച്ചെടുക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ പ്രത്യേകത, ഇന്നത്തെ ഇപ്പോൾ വന്ന വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു നഷ്ടക്കച്ചവടമായി പോകുന്നു അമേരിക്കയ്ക്ക്. അല്ല എങ്കിൽ കടുത്ത ഭിന്നത, ഇന്ത്യയുമായി ഒരു ഭിന്നത, ഒരിക്കലും ഉണ്ടാവരുതാത്ത ഒരു ഭിന്നത ഈ ടാരിഫ് പ്രഖ്യാപനം വഴി ഉണ്ടായി എന്ന് ട്രംപ് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണമല്ലോ. ടാരിഫിന്റെ ഭിന്നത ഉണ്ടെങ്കിൽ ഭിന്നത പരിഹരിക്കാനുള്ള ഏകമാർഗം, ഏറ്റവും പ്രധാന മാർഗം ടാരിഫ് കുറച്ചുകൊണ്ടുവരിക എന്നത് മാത്രമാണ്. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ചെറിയ ശുഭാപ്തി വിശ്വാസത്തിനുള്ള സ്കോപ്പ് കാണുന്നതുകൊണ്ട്. പക്ഷെ അതേസമയം തന്നെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ട്രംപാണ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇന്നിപ്പോൾ അനുനയത്തിന്റെ പാതയിൽ നിന്ന് നമുക്ക് തോന്നിയെങ്കിൽ ഒരുപക്ഷെ നാളെ നടത്തുന്ന പ്രതികരണം അതിരൂക്ഷമായ വിമർശനം പോലെ ഒന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്തീരുവ കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്കുണ്ടാകും. ഈ തീരുവ ചുമത്തിയ നടപടി പിൻവലിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാകുമെന്ന് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കണം? ഒരുപക്ഷെ ഈ ഫെഡറൽ കോടതിയിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനം നേരിട്ടൊരു സാഹചര്യമുണ്ട്. താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ